നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നടൻ ജഗദീഷ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ലഭിച്ച ഉപദേശം. ഞാൻ ഇൻകോസ്റ്റോസിൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ സോങ് ഷൂട്ട് നടക്കുക. ജഗദീഷേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു, എന്ത് പരിപാടി ജഗദീഷേട്ടാ, ഇങ്ങനെ പോകുന്നു. അതല്ല, എന്താണ് നീ ഇത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നത് പറഞ്ഞു. അപ്പം ഞാൻ BCom ചെയ്തുകൊണ്ടിരിക്കുക. ജഗദീഷേട്ടൻ BCom എന്ന് കേട്ടപ്പോൾ ജഗദീഷേട്ടൻ പറഞ്ഞു, BCom, അപ്പോൾ MBA. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു താല്പര്യം വന്നു. പെട്ടെന്ന് പ്രൊഫസറായി. അങ്ങനെ പറയരുത്. എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കണം, എന്തെങ്കിലും പഠിക്കണം. അത് ഇന്നത് അങ്ങനെയൊന്നുമില്ല, അറിവ് നേടിക്കൊണ്ടേയിരിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ഐ ഓപ്പണറായിരുന്നു. കാരണം പുള്ളിക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളൊരു മനുഷ്യനാണ്. സിനിമയുണ്ട്, സിനിമ നിൽക്കട്ടെ, സിനിമ വേണം, വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. കൂട്ടത്തിൽ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം. അങ്ങനെ ഒരു സാധനം എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നെക്സ്റ്റ് ബാംഗ്ലൂർ പോയപ്പോൾ ഫസ്റ്റ് പോയിട്ട് BA ഭരതനാട്യം ജോയിൻ ചെയ്തു. അതെ, ആക്ച്വലി എന്റെ കല്യാണത്തിന് വന്ന ഒരേ ഒരാള് ജഗദീഷ് ചേട്ടൻ മാത്രമാണ്. അല്ലല്ല, 2-3 പേരെ ഞാൻ വിളിച്ചു. പക്ഷെ ജഗദീഷ് ചേട്ടൻ ഓടി വന്നു. ജഗദീഷ് ചേട്ടൻ ഡിസ്റ്റൻസ് റിലേറ്റീവ് എങ്ങാണ്ടാണ്. കാരണം പുള്ളിയുടെ തറവാടും നെയ്യാറ്റിൻകര ഭാഗത്താണ്. എങ്ങനെയാണ് പാചകം നന്ദനയുടെ? എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, നേരത്തെ പറഞ്ഞു നമ്മുടെ അമ്മായിയമ്മ ഒന്ന് വായടക്കടിയെന്ന് പറഞ്ഞു. അതെ, അപ്പൊ തഹസിൽദാരായിരുന്നു അപ്പൊ അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഈ പറയുന്ന പോലെ കുക്കിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ആദ്യം എപ്പോഴും മരുമോളെ പരീക്ഷിക്കുക കുക്കിങ്ങിലായിരിക്കുമല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നു ഓണമാണ്, പിറ്റേ ദിവസം തിരുവോണം അങ്ങാണ്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ചേട്ടനുണ്ട്, ഏട്ടത്തിയെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ടില്ല, പ്രസവിച്ച് കിടക്കുവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസം എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയൊരു ദിവസം തിരുവോണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കി ഞാനും അമ്മയും കൂടിയിട്ട്. അമ്മ കുറേ ഹെൽപ്പ് ചെയ്ത് തന്നു. ഉണ്ടാക്കുന്നൊക്കെ അമ്മ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു. അല്ല, ഗുരുവായൂരപ്പനോട് നേരത്തെ എന്തോ ഒരെണ്ണം സൂചിപ്പിച്ചു വന്നല്ലോ, എന്തോ അവിടെ അടുത്താണ് പ്രണയം ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പനോട് പ്രണയമുണ്ട്. ഗുരുവായൂരപ്പനോട് പ്രണയമല്ല, എന്താ പറയാ, എനിക്ക് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ശരിക്കും ഗുരുവായൂർ എത്തുക എന്ന് പറയുന്നത് തറവാട്ടിലെത്തുന്ന പോലെയാ. അവിടെ ചുറ്റും എൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിമാരൊക്കെ ചോദിക്കാൻ, എപ്പോഴാ കുട്ടി എത്തിയേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. അത് വീടൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ഗുരുവായൂരിന്ന് തിരിച്ചു പോരുമ്പോൾ. എനിക്ക് ഇവിടെ നിന്ന് വരണ്ട അച്ഛൻ, എന്നെ വീട്, ഞാൻ പിള്ളറൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്നെ വീട് അച്ഛൻ, ഞാൻ വരില്ല, എന്നെ കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പോയിട്ട് വാ, കുഴപ്പമില്ല. ഞാനിങ്ങനെ ഗുരുവായൂരപ്പനെ ഇടയ്ക്ക് സ്വപ്നം കാണും. എനിക്ക് അമ്പലത്തിൽ കയറാൻ, നടക്കിൽ വരെ പോയിട്ട് കയറാൻ പറ്റാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്, ഭയങ്കര റഷായിട്ടൊക്കെ. അപ്പൊ ഞാനിങ്ങനെ നടക്കിൽ നിന്ന് പറയും, കഷ്ടമാണ് കൃഷ്ണ, എന്നാലും തന്നെ ഇന്നെ ഒരു പ്രാവശ്യം കണ്ടിട്ട് ഞാൻ തിരിച്ചു പോയല്ലോ. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എനിക്ക് അറിയില്ല അതെന്താന്ന്. പക്ഷെ തിരിച്ച് ഞാൻ വന്ന് അന്ന് രാത്രി കാണുന്നത് ഗുരുവായൂർ അമ്പലം നടയും കൃഷ്ണനും, ആ സെക്യൂരിറ്റി ആരുമില്ല. ഓരോ സിറ്റുവേഷനിൽ നമുക്ക് വരാറുണ്ടല്ലോ ഓരോരുത്തര്. അങ്ങനെ വന്നിട്ടുണ്ട് എന്നല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോ ആരെങ്കിലും ഒരാൾ വരും സഹായിക്കാനായിട്ട്. എന്തായാലും കൃഷ്ണന്റെ രൂപത്തിൽ ഹരി വന്നു. കൃഷ്ണൻ തന്നെയാണ്. അതെ. നന്ദനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു നിമിഷം ഏത്? എനിക്ക് എന്താ പറയാ, അപ്പൂപ്പന് എൻ്റെ മുത്തശ്ശൻ ആക്ച്വലി തമിഴ്നാടാണ്, മുത്തശ്ശൻ തമിഴ്നാടാണ്. അപ്പോൾ രണ്ടുപേരും കല്യാണം കഴിച്ച് നെയ്യാറ്റിൻകര സെറ്റിലായതാണ് അപ്പൂപ്പനും അമ്മൂമ്മയും. വിഷുവിൻ്റെ അന്ന് ഇന്നും വന്നിട്ട് എന്നെ വിളിക്കും, മോളെ എനിക്കിടി. അപ്പം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഒരു 5 രൂപ കൊണ്ടിട്ടായിരിക്കും വരിക. ഞാൻ പറയും, 5 രൂപയ്ക്ക് വിശുക്കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും എണീക്കുക. അപ്പൊ ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് 5 രൂപ തന്നിട്ട് പിന്നെ പോയി എല്ലാവരും വിഷുക്കൈ നീട്ടം തന്നതിന് ശേഷം എന്നെ വിളിച്ചിട്ട് 100 രൂപ എൻ്റെ കയ്യിൽ തരും, വച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പൂപ്പൻ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര എന്താ പറയുക, ജോളിയായിട്ട് അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിക്കാം. അപ്പോൾ അപ്പൂപ്പാ എന്ന് വിളിച്ച് സംസാരിക്കും, പറയും, നിനക്ക് തരാനായിട്ട് 5 രൂപ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത വിഷുവിന് കേട്ടോ. എനിക്ക് 5 രൂപ ഒന്നും വേണം, എനിക്ക് മര്യാദക്ക് 100 രൂപ തന്നോ എന്ന് ഞാൻ പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുകയും ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് പിന്നെ കേൾക്കുന്ന ഒരു 2 മണിക്കൂറിനുള്ളിൽ അപ്പം മരിച്ചു. അതിനുശേഷമുള്ള ഓരോ വിഷു വരുമ്പോഴും ഞാൻ ഫസ്റ്റ് കണ്ണ് തുറക്കുന്നത് അപ്പൂപ്പൻ്റെ 5 രൂപ കോയിൻ ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ്. ആ 5 രൂപ കോയിൻ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ എൻ്റെ കാന്ത ഇങ്ങനെ കാണിച്ച് വിളിച്ചെണീപ്പിക്കുന്ന പോലെയായിരുന്നു അപ്പൂപ്പൻ ഇന്നും. അത് വല്ലാത്തൊരു വിഷമമുള്ളൊരു സിറ്റുവേഷനാണ്.